SIR പദ്ധതി രാജ്യത്തെ അവതരിപ്പിച്ചപ്പോൾ മുതൽ വൻ പ്രതിഷേധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. SIR എന്ന പേരിൽ 12 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയ ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നറിയപ്പെടുന്ന താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ആത്മഹത്യകളിലേക്കും വരെ തള്ളിവിട്ടു. വോട്ടർ പട്ടികയുടെ ഈ അസാധാരണമായ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളായ സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാണിക്കുന്ന നിസ്സംഗതയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് മുൻ IAS ഉദ്യോഗസ്ഥനായ MG ദേവസഹായം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സ്ഥാപനങ്ങളുടെയെല്ലാം മൗനം ഇന്ത്യയെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റിയോ എന്നുവരെ അദ്ദേഹം ചോദിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും സംഗ്രഹിച്ചുള്ള ഒരു വോട്ടർ പട്ടിക പുതുക്കൽ നടക്കാറുണ്ട്. പുതിയ വോട്ടർമാരെ ചേർക്കുകയും മരിച്ചവരെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഈ സാധാരണ പ്രക്രിയയിൽ നിന്നും വ്യത്യസ്തമായി SIR എന്നത് പട്ടിക മുഴുവനായും അഴിച്ചുപണിത് വീടുകൾ തോറും കയറിയിറങ്ങി ഓരോ വോട്ടറെയും പുനഃപരിശോധിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ്. രാജ്യത്തെ പകുതിയിലധികം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ ഭാരിച്ച പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യമാണ് ദേവസഹായം മുന്നോട്ട് വയ്ക്കുന്നത്. ലക്ഷക്കണക്കിന് യഥാർത്ഥ വോട്ടർമാരെ യാതൊരു കാരണവുമില്ലാതെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്ന വലിയ കളിയുടെ ഭാഗമാവുകയാണ് ഈ ഉദ്യോഗസ്ഥരെന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഈ പ്രക്രിയയുടെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. അവർ സാധാരണക്കാരായ അധ്യാപകർ, നഴ്സുമാർ, അംഗൻവാടി പ്രവർത്തകർ, ക്ലർക്കുമാർ തുടങ്ങിയവരാണ്. അവരുടെ സാധാരണ ജോലികൾക്ക് പുറമെയാണ് ഈ ഭാരിച്ച അധിക ചുമതല കെട്ടിവയ്ക്കപ്പെടുന്നത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നോ സസ്പെൻഡ് ചെയ്യുമെന്നോ അറസ്റ്റ് ചെയ്യുമെന്നോ ഒക്കെയുള്ള ഭീഷണികൾ വരുമ്പോൾ ഉപജീവന മാർഗം അപകടത്തിലാകുമോ എന്ന ഭയം അവരെ തളർത്തുന്നു. ഇതിനു പുറമെ തങ്ങൾ ലക്ഷക്കണക്കിന് പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കുന്ന ഒരു തെറ്റായ കാര്യത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന ധാർമ്മികമായ കുറ്റബോധം അവരെ വേട്ടയാടുന്നു. ശാരീരികമായ തളർച്ച, മാനസികമായ സമ്മർദ്ദം, ധാർമ്മികമായ കുറ്റബോധം, ഒപ്പം ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നിവയെല്ലാം ഒരുമിക്കുമ്പോഴാണ് ആത്മഹത്യകളും മരണങ്ങളും ഉണ്ടാകുന്നത്. ഈ ഡ്യൂട്ടിക്കിടെ 41 BLOമാർ മരണപ്പെട്ടതായും കേരളത്തിൽ പോലും സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥരുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സംഗതയാണ് ദേവസഹായത്തെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിനാൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്. ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ബാക്ഷിയും അടങ്ങിയ ബെഞ്ച് ഈ വാദം കേൾക്കുന്നതിനിടയിൽ ഡ്യൂട്ടിക്കിടെ മരണപ്പെട്ട 41 BLOമാരെ കുറിച്ചോ ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥരെ കുറിച്ചോ ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നതാണ് ദേവസഹായം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പ്രശ്നം. ഇന്ത്യയെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റിയെന്ന ഏറ്റവും ഗൗരവമേറിയ ചോദ്യത്തിലേക്കാണ് ദേവസഹായം എത്തുന്നത്. ഒരു സാധാരണ പൗരന്റെ ജീവനും അവകാശങ്ങൾക്കും ഒരു വിലയും ഇല്ലാതാവുക, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ടവകാശം നഷ്ടപ്പെടുമ്പോൾ പോലും നീതിന്യായ വ്യവസ്ഥയ്ക്ക് അതൊരു പ്രശ്നമല്ലാതിരിക്കുക, ഭരണകൂടം ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാതിരിക്കുക, സ്ഥാപനങ്ങൾ അതിനെ കൂട്ടുനിൽക്കുക, ഈ അവസ്ഥയാണ് രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.